CR7 വേഴ്സസ് ലൂക്ക മോഡ്രിച്ച്, രണ്ട് ഫോർമർ റിയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന്റെ പോരാട്ടം കൂടിയാണ് പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോർച്ചുഗലിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു നിര തന്നെയാണ് അവർക്ക് മത്സരിക്കാനുള്ളത്. അവരുടെ മിഡ്ഫീൽഡ് ആകട്ടെ നിയന്ത്രിക്കുന്നത് വിറ്റീഞ്ഞ, ഡിഫൻഡേഴ്സിൽ ന്യൂനോ മെൻഡിസും, സ്ട്രൈക്കറായി കളിക്കുന്ന ഗോൺസാലോ റാമസും, ജാവോ നെവസും. ഇവരെല്ലാവരും കഴിഞ്ഞ തവണത്തെ UEFA ചാമ്പ്യൻസ് ലീഗ് നേടിയ, അതായത് ക്ലബ്ബുകളുടെ ഏറ്റവും വലിയ ടൂർണമെന്റായ ചാമ്പ്യൻസ് ലീഗ് നേടിയ PSG അംഗങ്ങളാണ്. എല്ലാവരും ഒത്തിണക്കത്തോടെ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ കളിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒത്തിണക്കവും ഇവിടെ കാണിക്കാൻ സാധിക്കും. ഇവരെ കൂടാതെ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞ തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 15ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ സഹായിച്ച ഏറ്റവും മികച്ച പ്ലെയറായ യുണൈറ്റഡിന്റെ ബ്രൂണോ ഫെർണാണ്ടസും ടീമിലുണ്ട്. ഒന്നിച്ച് കളിക്കുന്ന ജാവോ കാൻസലെയും റൂബൻ നെവേസും ചെൽസിയുടെ പെഡ്രോ നെറ്റയും അടങ്ങുന്ന വമ്പൻ താരനിര കൂടിയുണ്ട്. പിന്നീട് ഏതൊരു പ്രഷർ സിറ്റുവേഷനിലും അപകടകാരിയായി മാറുന്ന ഒരേ ഒരു CR7 ടീമിലുണ്ട്. റൊണാൾഡോയ്ക്ക് കൂട്ടായി റൊണാൾഡോയുടെ തന്നെ ടീമായ അൽ നാസറിൽ നിന്ന് തന്നെ ജാവോ ഫെലിക്സും പോർച്ചുഗൽ നിരയിൽ ഫസ്റ്റ് 11-ൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇവരുടെയൊക്കെ പിറകിലായി കഴിഞ്ഞ കൊളംബിയയുടെ മത്സരത്തിൽ അവരെ സമനിലയ്ക്ക് വേണ്ടി വളരെയധികം സഹായിച്ച അവരുടെ മികച്ച ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റയും കൂടി ചേരുമ്പോൾ ശക്തമായ ഒരു നിര തന്നെയാണ് പോർച്ചുഗൽ ടീമിനുള്ളത്. ആദ്യ പകുതിക്ക് ശേഷം റാഫേൽ ലിയോ കൂടി കളത്തിലിറങ്ങുമ്പോൾ വളരെ വേഗതയേറിയ വിങ്ങുകളിലൂടെയുള്ള മത്സരങ്ങൾ കാണാൻ സാധിക്കും. വിങ്ങുകളിലൂടെ വന്ന് ക്രോസ് ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ബാക്ക് ചെയ്യുകയോ ചെയ്ത് റൊണാൾഡോയ്ക്ക് ബോൾ എത്തിച്ചാൽ ഒരു ഹെഡറോ ഒരു ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിൻ്റെ ആവശ്യം മാത്രമേ റൊണാൾഡോയ്ക്ക് ആവശ്യം വരികയുള്ളൂ. അത്രയും നല്ലൊരു ടീമുമായാണ് പോർച്ചുഗൽ കളത്തിലിറങ്ങുന്നത്. പക്ഷേ അവർക്ക് രണ്ട് മത്സരങ്ങളിൽ മികച്ച ഫോം കണ്ടെത്താനായില്ല. അധികം കരുത്തില്ലാത്ത ഉസ്ബെക്കിസ്ഥാനെ മാത്രമാണ് അവർക്ക് മികച്ചൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചത്. അതാണ് അവരുടെ ഈ വർഷത്തെ ഒരു പോരായ്മയായി കാണുന്നത്. മറിച്ച് ക്രൊയേഷ്യയിലേക്ക് വന്നാൽ എല്ലാ വർഷത്തെ ഫുട്ബോൾ ലോകകപ്പിലും നോക്കൗട്ട് മത്സരങ്ങളിൽ ഡേഞ്ചറായി കളിക്കുന്ന ഒരു ടീമാണ് ക്രൊയേഷ്യ. ഫുട്ബോളിനെ വളരെ വേഗതയോടെ കാണാതെ കൺട്രോളിലും വളരെ ബുദ്ധിപരമായും കരുക്കൾ നീക്കുന്ന ഒരു ടീം തന്നെയാണ് ക്രൊയേഷ്യ. കഴിഞ്ഞ 2022-ൽ 3ാം സ്ഥാനവും 2018-ൽ റണ്ണേഴ്സപ്പുമായി ആവാൻ ക്രൊയേഷ്യയ്ക്ക് അതിനാൽ സാധിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടുമായി തോൽക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ അവർ ഗ്രൂപ്പിൽ 2ാം സ്ഥാനമാവുകയും പോർച്ചുഗലിനെ നേരിടേണ്ടി വരികയും ചെയ്തു. എന്നാൽ പോർച്ചുഗലാകട്ടെ 1ാം സ്ഥാനം എത്തിയിരുന്നെങ്കിൽ ഇത്ര കടുപ്പമുള്ള പാത ഉണ്ടാവുമായിരുന്നില്ല. 2ാം സ്ഥാനത്തായതുകൊണ്ട് ഈ റൗണ്ടിൽ ക്രൊയേഷ്യയെ നേരിടേണ്ടി വരും. അടുത്ത റൗണ്ടിലാകട്ടെ സ്പെയിനായിരിക്കാം എതിരാളി, അത് കഴിഞ്ഞാൽ ബെൽജിയം, അതിനുശേഷം ഫ്രാൻസ് തന്നെയായിരിക്കാം. അതിനാൽ ശക്തമായ ഒരു എതിരാളികളെ തോൽപ്പിച്ചിട്ട് വേണം ഇനി പോർച്ചുഗലിന് കിരീടം നേടാനും ഫൈനലിലേക്കുള്ള പാത എളുപ്പമാക്കുവാനും. ഒരു പ്രഡിക്ഷൻ അസാധ്യമെന്ന് വേണമെങ്കിൽ തന്നെ ഈ മത്സരത്തെ പറ്റി പറയാം. പോർച്ചുഗൽ അവരുടെ ഫുൾ ഫോമിൽ കളിച്ചാൽ തീർച്ചയായും പോർച്ചുഗൽ തന്നെയാണ് എതിരാളികൾ. പക്ഷേ ക്രൊയേഷ്യയുടെ എക്സ്പീരിയൻസും ബോൾ കൺട്രോളും കളി മൊത്തത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് പുറത്തെടുത്താൽ ഒരുപക്ഷെ ക്രൊയേഷ്യയ്ക്ക് വിജയിക്കാം. എങ്കിലും ഞാൻ കാണുന്നത് പോർച്ചുഗൽ ഒരു ഗോളെങ്കിലും വ്യത്യാസത്തിൽ ക്രൊയേഷ്യയെ തോൽപ്പിക്കുമെന്ന് തന്നെയാണ്.